ആസ് ഓഫ് നോ കോസ്റ്റ് ഗാർഡിന്റെ ഒരു 5 ഷിപ്പ് ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. അല്ലാതെ എയർ ഡോണിയർ കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെ ഡോണിയർ എയർക്രാഫ്റ്റ്സ് ഏരിയൽ അസസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നേവിയുടെ ഒരു ഷിപ്പും ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നേവിയുടെ രണ്ടാമത്തെ ഷിപ്പ് ഇപ്പൊ കുറച്ച് ഉച്ചയോടെ അങ്ങോട്ട് പോകും. ഇത് ഇവരെ ഇപ്പോൾ ഈ രക്ഷിച്ച 18 പേരെയും എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ കൂടുതൽ സാധ്യത? ഈ കോഴിക്കോടാണോ എറണാകുളത്തേക്കാണോ മാറ്റാൻ സാധ്യത? അതിന്റെ എനിക്ക് ഇൻപുട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടും. ആസ് ഓഫ് നൗ ഞാൻ അവൈറ്റ് ചെയ്യുക ഇൻപുട്ട്. ബിക്കോസ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവര് ഓപ്പറേഷൻ ചെയ്യുന്നവർ തിരിച്ചു വരുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റില്ല. ഇൻപുട്ട് എയർക്രാഫ്റ്റ് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ഈ 4 പേരെ കാണാനില്ല എന്നും വാർത്തകളുണ്ട്. ഇവർക്കായി തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണോ? ഈ ഷിപ്സ് എല്ലാം ആ ഏരിയയിലുണ്ട്. ആ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ഏരിയയിലോട്ട് എത്തിക്കാണും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സ്ഥലം കൊണ്ട് അവിടെ എത്തിയെന്ന എന്റെ ഒരു ഇത്. ഈ നമുക്കറിയാം നേരത്തെ ഈ ഇവിടെ നിന്ന് പോയ കൊച്ചി തുറമുഖത്ത് ചരിഞ്ഞ ചരക്കു കപ്പലിൽ വിഷാംശം നിറഞ്ഞ നിരവധി 20ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഇവിടെയും ഉണ്ടോ? ഈ വിഷാംശം നിറഞ്ഞ മാരകമായി ബാധിക്കാൻ സാധ്യതയുള്ള കണ്ടെയ്നറുകൾ ഇതിനകത്തും ഉണ്ടായിരുന്നു? നമ്മുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് അതാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആൾക്കാരെ ക്രൂവിനെ രക്ഷപ്പെടുത്തുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഫയർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി കോസ്റ്റ് ഗാർഡ് ഷിപ്പ് പോയിരിക്കുന്നു. അതായത് ഇപ്പോൾ നിലവിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ? ഇല്ല. ആസ് ഓഫ് നോ ഷിപ്പിൽ ആരും ഇല്ല. ക്രൂ ആരും ഇല്ല. അബാൻഡൻ ഷിപ്പ്. അപ്പോൾ ഷിപ്പ് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.